Hello my dear students, today class we are going to learn the fourth chapter, that is how to keep the diseases away. Let's start. These are the cuttings from the newspaper. Paper cuttings ആണ് ഇവിടെ കാണിക്കുന്നത്. Keep withstood the incomparable floods with unity, what returned the state again soon after the great flood. പ്രളയമൊക്കെ ഉണ്ടായ ശേഷം എന്താണ് പലതരം അസുഖങ്ങളും ഡിസീസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. What are the reasons for the spread of diseases in such situations? അതിന്റെ റീസൺ എന്തൊക്കെയാണ്? കാരണം മലിനമായ ജലമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒഴുകിയെത്തി അല്ലേ, പിന്നെ ചീഞ്ഞ വസ്തുക്കളും ഇതൊക്കെ റീസൺ ആണ്. കണ്ടീഷൻസ് സ്യൂട്ടബിൾ ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻസ് അല്ലേ, ഡിസീസ് കോസിംഗ് ജേംസ് ആർ ദ പാത്തോജൻസ്. അതൊക്കെ എന്താണ്, അതിന്റെ നമ്പർ പെരുകാൻ തുടങ്ങി, പിന്നെന്താണ് അബണ്ടൻസ് ആയിട്ട് അത് കാണാൻ തുടങ്ങിയപ്പോൾ കോസ് ദ സ്പ്രെഡ് ഓഫ് various communicable diseases. Most of the pathogens, ഈ pathogens എന്ന് പറയുന്നത് എന്താ, micro organisms ആണ്. Microorganisms and diseases. You may have learned that there are microorganisms that are suitable for humans. അപ്പോൾ മനുഷ്യന് ആവശ്യമായ മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. Expand the list given below by including pathogenic organism ഏതാണ്, ബാക്ടീരിയ, ഫംഗൈ, മൈക്രോ വൈറസ്, അതൊക്കെ ഇതിൽ ഉൾപ്പെട്ടതാണ്. Not only humans but also animals and plants also affected. മനുഷ്യന്മാർ മാത്രമല്ല അനിമൽസും ഇതുമായിട്ട് അഫക്ട് ചെയ്ത് കഴിഞ്ഞു. How are pathogens transmitted from one person to another? പാത്തോജൻസ് എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ബൈ കോണ്ടാക്ട് അല്ലേ, പിന്നെ കണ്ടാമിനേറ്റഡ് മലിനമായ വെള്ളം, ഭക്ഷണം, പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സ്, വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക, ഇഞ്ചക്ഷൻസ്, അതിലൂടെയൊക്കെ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ കഫിങ്, സ്നീസിങ്, വെക്ടേഴ്സ് അല്ലെ, കൊതുക്, തുണി, ഇതിൽ നിന്നൊക്കെ നമുക്ക് സുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാം. കളക്ട് ഇൻഫർമേഷൻ ഓൺ ദ അതർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്. A possible disease that may spread in that is flood affected area is rat fever. അപ്പോൾ ഏതാണ് ഏറ്റവും പോസിബിൾ ആയിട്ട് ഒരു അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്? എലിപ്പനിയാണ് എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു അസുഖം. അനലൈസ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഓൺ ദ കോസ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എക്സെട്ര. Precautions after flood. The Department of Health has given numerous instructions to avoid health issues. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കുറെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലെ, ഈ ഹെൽത്ത് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ. ഡ്രിങ്കിങ് ബോയിൽഡ് വാട്ടർ ആൻഡ് വാട്ടർ പ്യൂരിഫൈഡ് യൂസിങ് ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് ക്ലോറിൻ പ്രിവെന്റ്സ് വാട്ടർബോൺ ഡിസീസസ്. അതായത് ക്ലോറിനേറ്റ് ഇങ്ങനെ ഫ്ലഡ് ഉള്ള ഭാഗത്ത് താമസിക്കുകയാണെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടർ അതും നല്ലോണം തിളപ്പിച്ച ശേഷം യൂസ് ചെയ്യുക. As there is chance for the multiplication of mosquitoes അല്ലേ, മറ്റേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ്, പ്രോപ്പർ മെഷേഴ്സ് ടു ചെക്ക് whether there is any mosquito should be is there for controlling diseases. പിന്നെ എന്തൊക്കെയാണ്, എലിപ്പനി, പിന്നെ eliminate the vectors to prevent preventive medicines as per the direction of experts. പിന്നെ ഈ അസുഖം ബാധിച്ച ആളിനെ ഡയഗ്നോസിസ് ടെസ്റ്റിന് വിധേയമായിട്ട് അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കുക. Then here comes that is rat fever or leptospirosis. rat fever എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ, നമ്മൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. എന്താ അത്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ബാക്ടീരിയ ഈസ് എ പ്രൊകാരിയോട്ട്. They enter their body and multiply through binary fission. നമ്മുടെ ദേഹത്തേക്ക് കടന്ന ശേഷം എന്താ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും അല്ലെ, ബൈനറി ഫിഷൻ വഴി രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. The toxins produced by them destroy cells and cause disease. അപ്പോൾ അവരുണ്ടാക്കുന്ന ആ ടോക്സിൻസ്, വിഷവസ്തുക്കൾ എന്താ ഉണ്ടാക്കുക, നമ്മുടെ കോശത്തെ തന്നെ നശിപ്പിച്ചിട്ട് നമ്മളെ അസുഖബാധിതരാക്കും. ലെപ്റ്റോസ്പൈറ ഇസ് എ ബാക്ടീരിയ ദാറ്റ് കോസ് റാറ്റ് ഫീവർ. അപ്പൊ റാറ്റ് ഫീവറിന് കോസ് ചെയ്യണ ഒരു ബാക്ടീരിയ ആണ് ഇത്, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. ബാക്ടീരിയ ദാറ്റ് comes out through the urine of rat. എന്തിലൂടെയാണ് അത് വരുന്നത് അല്ലെ, എലിയുടെ മൂത്രത്തിലൂടെയും ഡോഗ് ആൻഡ് സർട്ടൻ അനിമൽസിലൂടെയുമാണ് അതൊക്കെ വരുന്നത്. റിമെയിൻ അലൈവ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ അല്ലെ, അതെന്താണ്, മലിനമായ ജലത്ത് കെട്ടി നിൽക്കുകയും ആൻഡ് ഓൾസോ മോയ്സ്ചർ. When bacteria reach the blood through wounds, നമ്മുടെ മുറിവിലൂടെ ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ affect blood cells and produce certain toxins. നമ്മുടെ ബ്ലഡ് സെൽസിനെ അഫക്ട് ചെയ്തിട്ട് ടോക്സിൻസ്, വിഷവസ്തുക്കൾ അത് നിർമ്മിക്കും. They cause damage to blood capillaries which in turn lead to internal bleeding. നമ്മുടെ കാപ്പിലറീസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കാപ്പിലറീസ്, അതിലേക്ക് അത് എത്തിയിട്ട് എന്താ ചെയ്യുക, ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ് നടക്കും.
Severe fever, headache and muscle pain, redness in eyes are the major symptoms. അതികഠിനമായ പനി, തലവേദന, പിന്നെന്താണ് മേലൊക്കെ മൊത്തം വേദന, പിന്നെ റെഡ്നെസ് ഇൻ ദ ചോപ്പ് അല്ലെ, കണ്ണിലൊക്കെ എപ്പോഴും ചുവന്നിരിക്കുക, ഇതൊക്കെയാണ് റാറ്റ് ഫീവറിന്റെ സിംറ്റംസ്. റാറ്റ് ഫീവർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ക്യൂർഡ് ത്രൂ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇത് കണ്ട വഴിക്ക് നമ്മുടെ വക ചികിത്സ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും. The realization that immunization is better than treatment is very important to stop the spread of the diseases. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെ ചികിത്സിക്കുകയാണെങ്കിൽ മാറുക മാത്രമല്ല, സ്പ്രെഡ് ചെയ്യണത് തന്നെ ഒരു പരിധി വരെ തടയാൻ പറ്റും. What are the measures to be taken to prevent the transmission of the rat fever? അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് മെഷേഴ്സ് എടുക്കേണ്ടത് ഈ റാറ്റ് ഫീവർ തടയാൻ വേണ്ടിയിട്ട്? Many other diseases like bacteria, rat fever അല്ലെ, ബാക്ടീരിയ ആണ് ഇത് കോസ് ചെയ്തത്. അടുത്തതാണ് അത് ബാക്ടീരിയ ഡിസീസ് ഏതാണ്? ഡിപ്തീരിയ, തൊണ്ടയിലെ മുള്ളാണ് ഡിപ്തീരിയ. Diphtheria spread through cough, sneezing or directly from the infected person to the another person. ഈ ഡിപ്തീരിയ എന്ന് പറയുന്ന അസുഖം എന്തിലൂടെ? ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് പറഞ്ഞു. അതെന്താ? സ്പ്രെഡ് ത്രൂ കഫ്, സ്നീസിങ് അല്ലെ, കഫത്തിലൂടെ, തുമ്മലിലൂടെ, or directly from the infected person to the other person. Analyze the information related to diphtheria. Diphtheria affects the mucus. അപ്പൊ ഡിപ്തീരിയ എന്തിനെയാണ് അഫക്ട് ചെയ്യുക? നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ അല്ലെ, ന്യൂസിലുള്ളതാണ് എന്ത്? മ്യൂക്കസ്. ഈ പിക്ചർ നോക്കൂ, കോട്ടിംഗ് ഇൻ ദ ത്രോട്ട് കോസ്ഡ് ബൈ ബാക്ടീരിയ. ഡിപ്തീരിയ ബാക്ടീരിയ ഒരു കോട്ട് പോലെ ഫോം ചെയ്തിരിക്കണ കണ്ടില്ലേ? അഫക്ട് ദ മ്യൂക്കസ് മെംബ്രെയിൻ, നോസിലുള്ള മ്യൂക്കസ് മെംബ്രെയിനെ അഫക്ട് ചെയ്യും. ആൻഡ് ദ ത്രോട്ട്, തൊണ്ടേനെയും അഫക്ട് ചെയ്യും. Corynebacteria diphtheria is the pathogen. അപ്പൊ ഇതിന്റെ പാത്തോജൻ ഏതാണ്? Corynebacteria diphtheria ആണ് ഇതിന്റെ പാത്തോജൻ. Toxins produced by the bacteria. It cause fever, throat pain and inflammation in the lymph glands of the throat. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന പാത്തോജൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുക? പനി ഉണ്ടാക്കും, തൊണ്ടവേദന, പിന്നെ ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ്സ് അല്ലെ, ലിംഫ് ഗ്ലാൻഡ് വീങ്ങാൻ തുടങ്ങും. Cells in the mucous membrane which are destroyed by the toxins. അപ്പൊ ഈ മ്യൂക്കസ് മെംബ്രെയിനിലുള്ള കോശങ്ങളൊക്കെ നശിപ്പിക്കും അല്ലെ ഈ ടോക്സിന്. ആൻഡ് ആഷ് കളേർഡ് തിക് കോട്ടിംഗ് ഇൻ ദ ത്രോട്ട് വിത്തിൻ 2 to 3 days. ഗ്രാജുവലി ബ്രെയിൻ, ഹാർട്ട് ആൻഡ് കിഡ്നീസ് ആർ അഫക്റ്റഡ്. അപ്പൊ ഇതില് മ്യൂക്കസ് മെംബ്രെയിനെയാണ് ഇത് ബാധിക്കുക എന്ന് പറഞ്ഞു അല്ലെ. മ്യൂക്കസ് മെംബ്രെയിൻ പ്രസന്റ് ഇൻ ദ നോസ്. പിന്നെ എന്തൊക്കെയാണ്? തൊണ്ടേനെയും, പനി ഉണ്ടാവും, പിന്നെന്താ ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ്സ് വീങ്ങാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഇത് എന്താണ്? എന്തിനൊക്കെ അഫക്ട് ചെയ്യും? ഹാർട്ട്, കിഡ്നി, ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യും. ആന്റിടോക്സിൻസ് വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് ദ ടോക്സിൻ ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ അൺഅഫക്റ്റഡ് സെൽ. അപ്പൊ നമുക്ക് എന്താ? ആന്റിടോക്സിൻ അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ, അൺഅഫക്റ്റഡ് സെൽസിനെ ടു പ്രൊട്ടക്ട് ദ അഫക്ട് ചെയ്യാത്ത സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിടോക്സിൻസ് യു ഷുഡ് പ്രൊഡ്യൂസ്. ഇഫ് ദ പേഷ്യന്റ് ബിക്കംസ് സിവിയർ ദ പേഷ്യന്റ് കനോട്ട് ബി റിക്കവർഡ് ത്രൂ മെഡിക്കേഷൻ. സോ വാക്സിനേഷൻ. അപ്പൊ ഇത് സിവിയർ ആവുമ്പോ എന്താ സംഭവിക്കുക? മെഡിക്കേഷനിലൂടെ ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ദ ട്യൂബർക്ലോസിസ്, ദാറ്റ് ഈസ് ദ ഡ്രെഡ്ഫുൾ ഡിസീസ് അല്ലെ. പഴയ കാലത്തേക്ക് വലിയൊരു അസുഖമായിരുന്നു ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. അനലൈസ് ദ ഇൻഫർമേഷൻ ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസിൻ ഓൺ ദ ഫോളോയിങ് പോയിന്റ്. പാത്തോജൻ ഏതാ? മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ഇതിന്റെ ബാക്ടീരിയ അല്ലെ. മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? മേജർ സിംറ്റംസ് എന്താ? ലോസ് ഓഫ് ബോഡി വെയിറ്റ്, ഫെറ്റിക്, പെർസിസ്റ്റന്റ് കഫ്. പെട്ടെന്നുള്ള വെയിറ്റ് കുറവ്, ക്ഷീണം, പിന്നെന്താണ്? കഫ് ഉണ്ടാവുക അല്ലെ, തുടരെ കഫ് ഉണ്ടാവുക. ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. എങ്ങനെയാണ് ഈ അസുഖം ബാധിച്ചത്? when the patient speaks, coughs or sneezes, the pathogen അല്ലെ. ഈ അസുഖമുള്ള ആള് എന്താണ്? ഒന്ന് ചുമക്കുക, തുമ്മുക, ഇങ്ങനെയൊക്കെയാണ് മറ്റു ആളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാറ്. ഓർഗൻസ്, ബോഡി പാർട്ട്. ഏതൊക്കെ ബോഡി പാർട്ടാണ് ഇത് അഫക്ട് ചെയ്യുക? ട്യൂബർക്ലോസിസ് മെയിൻലി അഫക്ട്സ് അല്ലെ. ട്യൂബർക്ലോസിസ് നമുക്ക് അറിയാം, വായുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ലങ്സിനെയാണ് അത് ബാധിക്കുക. ഇത് കൂടാതെ കിഡ്നീസ്, ബോൺസ്, ജോയിന്റ്സ്, ബ്രെയിൻ ഓൾസോ അഫക്റ്റഡ് ബൈ ദിസ് ഡിസീസ്. ഈ ഭാഗങ്ങളെയെല്ലാം ഈ ഡിസീസ് അഫക്ട് ചെയ്യും. ട്രീറ്റ്മെന്റ് എന്താണ്? ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് സപ്ലൈ ചെയ്യാണ് ഇതിന് പറ്റിയ ട്രീറ്റ്മെന്റ്. വാക്സിനേഷൻ, BCGs to prevent anti-vaccine against tuberculosis. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് സപ്ലൈ ചെയ്യാറുണ്ട്? BCG വാക്സിനേഷൻ കൊടുക്കാറുണ്ട് അല്ലെ, in order to prevent the tuberculosis. Then the next one is a viral disease. Nipah spread as a scare അല്ലെ. നിപ്പ അസുഖം പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്തത്. മെഡിസിൻ ഫോർ നിപ്പ വൈറസ് arrived.
virus എന്ന് പറയുന്നത് എന്താണ്? has a simple structure with a DNA or a RNA molecule within a protein code. അതായത് അതിന് ഒരു ചെറിയ സ്ട്രക്ചർ ആണ്. ലൈക്ക് ദ RNAയും DNAയും പോലെ തന്നെയാണ് എന്താണ് ഒരു പ്രോട്ടീൻ കോട്ടിന്റെ ഉള്ളിലാണ് ഇത് കിടക്കപ്പെടുന്നത്. വൈറസ് ഹാസ് നോ സെൽ ഓർഗനൈൽസ് ആസ് സീൻ ഇൻ ദ നോർമൽ സെൽ. സെല്ലൊന്നും ഇല്ല ഇതിന്. ഹെൻസ് വൈറസ് മൾട്ടിപ്ലൈസ് ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദി ജനറ്റിക്. അപ്പൊ ജനറ്റിക് ഓർഗാനിസത്തിനെ, ജനറ്റിക് മെക്കാനിസത്തിനെ കൺസിഡർ ചെയ്ത് അത് ഒരു ഹോസ്റ്റലായിട്ട് കൺസിഡർ ചെയ്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇത് മനുഷ്യന്മാരെ മാത്രമല്ല, പിന്നെ എന്തിനാണ് പ്ലാന്റ്സ്, ആനിമൽസ്, ബാക്ടീരിയനെ കൂടെ വൈറസ് അഫക്ട് ചെയ്യും. നിപ്പ വാസ് ദ മോസ്റ്റ് ഫാറ്റൽ ഓഫ് ദ ഡിസീസസ് ദാറ്റ് കേരള, അല്ലെ? നിപ്പ അസുഖമാണ് കേരളം ഈ അടുത്തായിട്ട് ഫേസ് ചെയ്ത ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസീസ്. ഇറ്റ് ഈസ് എ വൈറൽ ഡിസീസ്. വൈറൽ ഡിസീസ് ആണ് നിപ്പ. Then here comes Nipah virus and transmission of the disease. Nipah എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആയത്? ഫ്രൂട്ട്സ് ഈറ്റിംഗ്, അല്ലെ? ഈ ബാറ്റ് ഒക്കെ കഴിച്ചിട്ട് നിലത്തിട്ട ഫ്രൂട്ട്സ് അത് മനുഷ്യൻ എടുത്തിട്ട് സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ്, അല്ലെ? അതിലെന്തൊക്കെ സലൈവയും ഇതിലൊക്കെ ഉണ്ടാവും, യൂറിൻ ഓഫ് ബാറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് മനുഷ്യന്മാരെടുക്കുക, അല്ലെങ്കിൽ വിച്ച് ഇസ് ബീൻ ത്രോൺ ഔട്ട് ബൈ പിഗ്സ്. പിഗ്സ് കഴിച്ചതും നമുക്ക് അറിയില്ലല്ലോ, അത് താഴെ ഇടുമ്പോഴായിരിക്കും നമ്മൾ അതെടുത്തിട്ട് ആ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് ഈ ഡിസീസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യണത്. Haven't you heard of AIDS? As note of the disease is given, that is and write in the sanctuary. HIV, that is human immunovirus. AIDS എന്ന് പറയുന്നത് എന്താ? Acute immunodeficiency syndrome, that is the full form of AIDS, is a dreadful disease that has gripped the world by fear. അല്ലേ? പേടി കൊണ്ട് മനുഷ്യൻ കണ്ടിരുന്ന അസുഖമാണ് AIDS. ലിംഫോസൈറ്റ്സ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊവൈഡിംഗ് ദി ഇമ്മ്യൂണിറ്റി. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി, അല്ലെ, ബലം തരുന്നത് എന്താണ്? ലിംഫോസൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. HIV മീൻസ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. ഇറ്റ് എൻറ്റേഴ്സ് ദ ബോഡി. ദേഹത്തിനകത്തേക്ക് കടന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും യൂസിങ് ദി ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ്സ്. ഹെൻസ് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ്, അല്ലെ? ലിംഫോസൈറ്റിന്റെ നമ്പർ എന്ത് കുറഞ്ഞു വരും. ആൻഡ് റെഡ്യൂസസ് ദി ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. നമ്മുടെ ദേഹത്തിന്റെ ഇമ്മ്യൂണിറ്റി തന്നെ അത് ബാധിക്കും. Various other pathogens which enter the body in such a situation make the condition of AIDS even more fatal. Then indicators are given. പിന്നെ ഇതെന്താ? സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ. പിന്നെ ഫ്രം HIV ഇൻഫെക്റ്റഡ്, അല്ലെ? ഇതിൽ ഇങ്ങനെയുടെയൊക്കെയാണ് എന്താ HIV ഒരു പേഴ്സണിൽ നിന്ന് മറ്റേ പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ മദർ ടു ദ ഫീറ്റസിലേക്ക്, ഷെയറിംഗ് നീഡില്, പിന്നെന്താണ്? റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗാൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV. HIV does not spread, അല്ലെ? അത് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യില്ല? ടച്ചിങ്ങും ഷേക്കിംഗ് ഹാൻഡ്സും കഫിങ്ങും സ്നീസിങ്ങും വഴിയൊന്നും HIV സ്പ്രെഡ് ചെയ്യില്ല. Through insects like mosquito, houseflies, etc. By staying together and sharing food, by using the same toilet, by taking bath in the same pond, ഇതിലൂടെയൊന്നും എന്താണ് HIV ബാധിക്കില്ല. Hepatitis is a liver disease. It is caused by virus. Hepatitis എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിവർ ഡിസീസ് ആണ്, അല്ലെ? വൈറസ് മൂലമാണ് ഇത് ബാധിക്കുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഇറ്റ്സ് എ മേജർ സിംറ്റം. അപ്പൊ ലിവറിലുള്ള വീക്കമാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുക. when the flow of bile secreted by the liver is blocked. അപ്പൊ ബൈലിന്റെ സെക്രീഷൻ ബ്ലോക്ക് ചെയ്യാണ്, ലിവർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ദ ബൈൽ പിഗ്മെന്റ് കോൾഡ് ബിലിറുബിൻ ഇൻ ബ്ലഡ് ഇസ് നോട്ടീസ്ഡ്. അപ്പൊ അതായത് കൂടിയ അളവിലുള്ള ബൈൽ പിഗ്മെന്റ്, അതിന് എന്താണ് നമ്മൾ എന്താ പറയാ? ബിലിറുബിൻ, അല്ലെ? അതാണ് ബ്ലഡില് നമ്മൾ അത് കാണപ്പെടും. ഇതെങ്ങനെ കാണുക? ഇറ്റ് ഇമ്പോർട്സ് ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ. ഏതൊക്കെ ഭാഗത്തിനാണ് യെല്ലോ കളർ ഇമ്പോർട്ട് ചെയ്യുക? മ്യൂക്കസ് മെംബ്രെയിന്, പിന്നെ വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ്, നെയിൽ, ഇതിലൊക്കെ നമുക്ക് എന്താണ്? യെല്ലോ കളർ കാണാൻ പറ്റും. ദിസ് ഈസ് എക്സ്റ്റേണൽ സിംറ്റം, അല്ലെ? ഇത് എന്താണ്? ഒരു എക്സ്റ്റേണൽ സിംറ്റം മാത്രമാണ്. ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, പിന്നെ ബ്ലഡ് കമ്പോണൻസ്, എക്സ്ക്രീറ്റർ ഓഫ് ദ പേഷ്യന്റ്, ഇതിലൂടെയൊക്കെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുക. ഡു നോട്ട് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം വേ ദ ട്രാൻസ്മിഷൻ ഓഫ് HIV. HIV പോലെയല്ല ഇതിന്റെ സ്പ്രെഡ്. ഓൾസോ occur due to reasons other than virus, അല്ലെ? വൈറസ് അല്ലാതെ തന്നെ വേറെ റീസൺ കൂടിയും ഇത് സ്പ്രെഡ് ചെയ്യാം. occur due to reasons that is dengue fever and chikungunya are common in Kerala. It is also a viral disease, അല്ലെ? കേരളത്തിലെ കാണപ്പെടുന്ന അസുഖമാണ് എന്ത്? ഡെങ്കി ഫീവറും ചിക്കൻഗുനിയും ഒക്കെ. ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാറത്. പിന്നെ ഡിസ്കസ് ദ പ്രിക്കോഷൻ ടു ബി ടേക്കൺ. Then next is the dandruff, അല്ലെ? താരൻ. When dead cells fall off, skin cells are continuously regenerated. അതായത് ഡെഡ് സെൽസ് പോണ സമയത്ത് എന്താണ്? ഈ സ്കിൻ സെൽസിൽ
കണ്ടിന്യൂസ് ആയിട്ട് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ട്ടോ അല്ലേ. അപ്പൊ ആ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഫോളിംഗ് ഓഫ് ബിക്കം സ്കെയിൽസ് അല്ലെ. ആ വീഴുന്ന ഡെഡ് സെൽസ് ആണ് സ്കെയിൽസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡാൻഡ്രഫ് എന്ന് പറയാ. That affect the skin at this time cause itching and other infections. ആ സമയത്ത് ഫംഗി എന്തെങ്കിലും അതിൽ പ്രസന്റ് ആവുമ്പോഴാണ് നമുക്ക് ഇച്ചിങ്ങും ഇറിറ്റേഷൻ ഒക്കെ തോന്നുക. Then fungi are of two types. Some fungi are pathogenic. The toxins produced by the fungi causes diseases. അല്ലെ, ചില ഫംഗീസ് ഒക്കെ എന്താണ്, പാത്തോജനിക് ആണ്, ഡിസീസ് ക്യാരിങ് ചെയ്യണതാണ്, ഡിസീസും ഉണ്ടാക്കും. That affect the human beings and the mode of transmission. Ringworm is a skin disease caused by certain type of fungi. Ringworm അല്ലെ, വട്ടച്ചൊറി, അതെന്താണ്, ഫംഗൈ മൂലം ഉണ്ടായതാണ്. The disease manifest as round red blisters on the skin. അതെങ്ങനെയാണ്, ചോപ്പ് അല്ലെ, ചോപ്പ് ചൊറിച്ചിലാണ് കാണപ്പെടുക. This is spread through കോണ്ടാക്റ്റിലൂടെയും. അത്ലറ്റ് ഫുട്ട് is a fungal disease which manifest. അത്ലറ്റ് ഫുട്ട് പറയുന്നത് ഒരു ഫംഗൽ ഡിസീസ് ആണ്. അതെങ്ങനെയാണ്, which manifest on the sole of the foot and between the toes. അല്ലെ, പാദത്തിലാണ് ഈ അസുഖം കാണപ്പെടുന്നത്. അത്ലറ്റ് ഫുട്ട്. റെഡിഷ് സ്കെയിലി റാഷസ് അല്ലെ, ആൻഡ് കോസ് ഇച്ചിങ് ഇൻ ദ മേജർ സിംറ്റം. അല്ലെ, നല്ല ചൊറിച്ചിലുണ്ടാവും, പിന്നെ ഒരു ചുവന്ന് തടിച്ചിട്ടാണ് ആ ഭാഗം കാണപ്പെടുക. പാത്തോജൻസ് എൻ്റർ ത്രൂ ടോസ് അല്ലെ, കാൽപാദത്തിലൂടെയാണ് അത് കയറുക. കം ഇൻ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ കൂടിയിട്ടാണ് ആ അസുഖം സ്പ്രെഡ് ചെയ്യുക, അത്ലറ്റ് ഫുഡ് സ്പ്രെഡ് ചെയ്യാം. ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. പ്രോട്ടോസോവൻസ് ആർ യൂണിസെല്ലുലർ യുക്കാരിയോട്സ്. അപ്പൊ പ്രോട്ടോസോവ പറയുന്നത് യൂണിസെല്ല്, വൺ സെല്ലുള്ള യുക്കാരിയോട്ട് ആണ്. മലേറിയ ആണ് പ്രോട്ടോസോവ വഴി കോസ് ചെയ്യുന്ന ഡിസീസ്. That is Plasmodium, female Anopheles mosquito. Plasmodium എന്ന് പറയുന്നത് പാത്തോജനും, വെക്ടർ എന്താണ്, ഫീമെയിൽ അനോഫലസ് മോസ്കിറ്റോ. ഹോസ്റ്റ് ആരിലാണ് അത് ചെന്നെത്തുന്നത്, ഹ്യൂമൻസിലാണ് അത് ചെന്നെത്തുന്നത്. ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, നല്ല വിറയലോട് കൂടിയ പനി. പ്രൊഫ്യൂസ് വെറ്റിംഗ്, വേർപ്പ് ആണ് എന്തിന്റെ സിംറ്റം, മലേറിയയുടെ സിംറ്റം അല്ലെ. പിന്നെന്തൊക്കെ ഉണ്ടാവും, ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയേറിയ, അനീമിയ എക്സെട്ര അല്ലെ. തലവേദനയും ഛർദിയും പിന്നെ വയറിളക്കവും, പിന്നെന്താണ്, നല്ല കണ്ടമാന ക്ഷീണം, ദാറ്റ് ഈസ് അനീമിയ, ലോസ് ഓഫ് that is low level in the hemoglobin. Worms as pathogens. Filariasis is caused by filaria worms that are spread by Culeus mosquito. Filaria എങ്ങനെയാ ഫോം ചെയ്യണത്, ഫിലേറിയൽ വേമിലൂടെ അല്ലെ. എന്താണ്, ക്യൂലസ് മോസ്കിറ്റോസ് ആണ് ഫിലേറിയ കോസ് ചെയ്യുക. സ്റ്റേ ഇൻ ദ ലിംഫ് ഡക്ട്, അവർ എവിടെ താമസിക്കും, നമ്മുടെ ലിംഫ് ഡക്റ്റിൽ സ്റ്റേ ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ തന്നെ ഒബ്സ്ട്രക്ട് ചെയ്യും അല്ലെ, ബൈ ബ്ലോക്കിംഗ് ദ ഡക്ട്. ദിസ് കോസസ് സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്ട്. അതായത് മലേറിയ, ഫിലാരിയാസിസ് കോസ്ഡ് ബൈ ദ ഫിലേറിയ വേം അല്ലെ, അത് സ്പ്രെഡ് ബൈ മോസ്കിറ്റോയിലൂടെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ആ വേംസ് എന്താ ചെയ്യുക, ലിംഫ് ഡക്റ്റിൽ താമസിച്ചിട്ട് ലിംഫിന്റെ ഫ്ലോ തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അവിടെ സ്വെല്ലിങ് അല്ലെ, സ്വെല്ലിങ് ഇൻ ദ ലിംഫ് ഡക്റ്റ്, നീര് വരും. പൊല്യൂട്ടഡ് സറൗണ്ടിങ്സ് അല്ലെ, മലിനമായ പരിസരം ആണ് ഈ പാത്തോജൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. നോൺ പാത്തോജനിക് ഏതൊക്കെയാ, ദ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ, ജനറ്റിക്, ഒക്യുപ്പേഷണൽ, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രീഷൻ. ഇതൊക്കെയാണ് നോൺ പാത്തോജനിക് അല്ലെ. പകരാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ ഉണ്ടാകുന്ന അസുഖം, ജനറ്റിക്, ഒക്യുപ്പേഷണൽ, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രീഷൻസ്. Occupational diseases are caused by situations in work site. നമ്മുടെ ഓരോ വർക്ക് സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ന്യൂമോകോക്കസസ് കോണിയോസിസ് ദാറ്റ് ഈസ് അഫക്ട് ദ ലേബറേഴ്സ് എൻഗേജ് ഇൻ കോൾ മൈനിങ്ങിൽ വർക്ക് ചെയ്യണവർക്കുള്ള അസുഖം. സിലിക്കോസിസ് പിന്നെ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഗോൾഡ്, ടിൻ, മൈക്ക, ആ പ്രദേശത്തൊക്കെ വർക്ക് ചെയ്യണ ലേബറേഴ്സ് കിട്ടുന്ന അസുഖമാണ് സിലിക്കോസിസ്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് പോട്ടറി, സെറാമിക്സ് വർക്ക് ചെയ്യണ, ആസ്ബറ്റോസ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യണവർക്ക്. ജനറ്റിക് ഡിസീസ് ആർ കോസ്ഡ് ബൈ ഡിഫക്ട് ഇൻ ദ ജീൻസ് അല്ലെ. ജനറ്റിക് ഡിസീസ് എന്തിലൂടെ, ജനറ്റിക് ജീൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് ജനറ്റിക് ഡിസീസ് കോസ് ചെയ്യാം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ദേ ആർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസീസസ്. ഹീമോഫീലിയ, ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, ഹീമോഫീലിയ ആണ് കണ്ടീഷൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ്. That is, it is a condition in which excess it is lost even through minor wounds. ചെറിയ മുറിവുണ്ടാവുമ്പോൾ തന്നെ കണ്ടമാനം ബ്ലഡ് നഷ്ടപ്പെടുക, അതാണ് ഹീമോഫീലിയ എന്നുള്ള കണ്ടീഷൻ. ജനറ്റിക് ഡിസീസ് ആണ്. കംപ്ലീറ്റ് ക്യൂർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് പ്രസന്റ്. ടെമ്പററി റിലീഫ്, കംപ്ലീറ്റ് അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല, ടെമ്പററി റിലീഫ് മാത്രമേ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോഷ്യൽ അവെയർ ഓർഗനൈസേഷൻ വർക്ക് ഫോർ ഹീമോഫീലിയ പേഷ്യൻസ്
സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ ആവശ്യമുള്ളതുകൊണ്ട് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. Then sickle cell anemia. The defect in genes may be caused by deformities in the consequence of amino acids, which are the building block of hemoglobin. അതായത് ഇതും ജീൻസിലൂടെ പകരുന്ന ഒരു അസുഖമാണ്. എന്താണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്? എന്താ? ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹീമോഗ്ലോബിൻ അല്ലെ? ഹീമോഗ്ലോബിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അമിനോ ആസിഡ്സ്. As the structure of the hemoglobin changes, there is an in turn decrease in the oxygen. അപ്പൊ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ അല്ലെ, ഹീം അയൺ പ്രോട്ടീൻ, അയൺ ഇസ് എ പ്രോട്ടീൻ പാർട്ട് ആൻഡ് ഹീം ഗ്ലോബുലിന് അല്ലെ, നമ്മളത് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് തന്നെ മാറ്റം സംഭവിക്കും. വിച്ച് ഇറ്റ് ടേൺ ടു സിക്കിൾ സെൽ ബിക്കം, അതായത് അപ്പൊ ഓക്സിജൻ ക്യാരി ചെയ്യണമെങ്കിൽ പീപ്പിൾ ബിക്കം അല്ലെ, നമ്മളെന്താ മനുഷ്യന്മാര് വീക്ക് ആവും. ചേഞ്ചസ് ഒക്കെ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്. റെഡ് ബ്ലഡ് സെൽസിലുള്ള മാറ്റം, സ്ട്രക്ചറിലുള്ള മാറ്റം, റെഡ് ബ്ലഡ് സെൽസ് ബെൻഡ് ലൈക്ക് സിക്കിൾ. അപ്പൊ ആ ഒരു മാറ്റം എന്തുണ്ടാക്കും? അതിനെ, ആ സെൽസിനെ ബെൻഡ് ലൈക്ക് ഫോം ഉണ്ടാക്കും അല്ലെ, ബെൻഡ് സ്ട്രക്ചർ. ഓക്സിജൻ ക്യാരി റെഡ് ബ്ലഡ് ഡിക്രീസസ്, ഓക്സിജൻ ക്യാരി ചെയ്യണത് ഡിക്രീസ് ചെയ്യും. ബ്ലഡ് സെൽസ് ആൻഡ് ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ബ്ലഡ്. അപ്പൊ എന്താ, ഈ സിക്കിൾ സെൽ ആകുമ്പോൾ ഈസി ഫ്ലോ നടക്കില്ല. അപ്പൊ ഓരോ സ്ഥലത്തും അത് ബ്ലോക്ക് ചെയ്യും അല്ലെ. അപ്പൊ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ ഡിക്രീസ് ആവും. ഇത്ര നേരം കോഷേറ്റീവ് അല്ലെ, പലതരം കോഷേറ്റീവ് ഏജൻസിനെ കുറിച്ച് പഠിച്ചു. ദ നെക്സ്റ്റ് വൺ ഈസ് ക്യാൻസർ. Cancer it is caused by the uncontrolled division of cells. അതായത് സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് ക്യാൻസർ ഒക്കർ ചെയ്യുക. ആൻഡ് ദേ ആർ സ്പ്രെഡ് ടു ദ അതർ ടിഷ്യൂസ്, വേറെ ടിഷ്യൂസിലേക്കും അത് സ്പ്രെഡ് ചെയ്യും. The normal cells get transformed into cancerous cells when the control system or the cell division fails. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു സെല്ല് അത് എന്തായിട്ട് മാറും? ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറും അല്ലെ. when the control system ഫെയിൽ ചെയ്യുമ്പോൾ അത് ക്യാൻസർ സെൽസ് ആയിട്ട് മാറും. ദിസ് മേ ബി ഡ്യൂ ടു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, റേഡിയേഷൻ, വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ദ ഡിസീസ് മേ ബിക്കം കോംപ്ലിക്കേറ്റഡ് അല്ലെ. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടാവുക? സ്മോക്കിംഗ്, റേഡിയേഷൻ, വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്നിവ മൂലം ഇത് സംഭവിക്കാം. ബിക്കം കോംപ്ലിക്കേറ്റഡ് when the spread of cancer cell to other parts of the body through blood and lymph. അതായത് ഇത് എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുക? ഏതിലൂടെ സ്പ്രെഡ് ചെയ്യുമ്പോൾ? ബ്ലഡും ലിംഫിലൂടെയും സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുക. നോർമൽ സെൽസ് ആൻഡ് ക്യാൻസർ സെൽസ്. ദിസ് വൺ ഇസ് ദ നോർമൽ സെൽസ് ആൻഡ് ദിസ് വൺ ഇസ് ദ ക്യാൻസറസ് സെൽസ്. കണ്ടില്ലേ എൻലാർജ്മെന്റ്, പിന്നെ പെട്ടെന്നുള്ള ഡിവിഷനും. ക്യാൻസർ ആൻഡ് കേരള. ദ സ്റ്റഡീസ് കണ്ടക്ടഡ് ബൈ ദ റീജിയണൽ ക്യാൻസർ സെന്റർ. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്യാൻസർ സെന്റർ ആണ് ഏത്? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന റീജിയണൽ ക്യാൻസർ സെന്റർ. It has revealed that every year there are more than 50,000 newly affected അപ്പൊ ഓരോ വർഷവും എന്താണ്, പുതിയ ആൾക്കാരിലാണ് കണ്ടുവരുന്നത് അല്ലെ. ഡ്യൂ ടു സം കമ്പോണൻസ്, ഫുഡിന്റെ കാരണം കൊണ്ടോ, ചിലത് ജെനറ്റിക് ആണോ, ചിലത് ഏതിലേക്കാ, മൗത്ത്, ത്രോട്ട്, ലങ്സ് അല്ലെ, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യാം. കൺസിഡർ ആസ് എ ഹെറിഡിറ്ററി. ജനറ്റിക് ഡിസീസ് ആണെങ്കിലും പാരമ്പര്യ അസുഖമല്ല ക്യാൻസർ. ഓക്കെ. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി are extensively used in the treatment. സർജറി, പിന്നെന്താണ്, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്തിലാ? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റില്. ആസ് റിക്കവറി ഫ്രം ദ ഡിസീസ് ഇസ് ഡിഫിക്കൽട്ട് അല്ലെ. റിക്കവറി ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഡിഫിക്കൽട്ട് ഇഫ് ദ ഡിസീസ് ബിക്കം സിവിയർ. അതായത് അസുഖം സിവിയർ ആണെങ്കിൽ early diagnosis of the is crucial അല്ലെ in the treatment of cancer. നമ്മുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെയാണ് അല്ലെ വൺ റീസൺ ഫോർ ബിക്കമിങ് എ ക്യാൻസർ പേഷ്യന്റ്. അവർക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ലവ് ആൻഡ് കെയർ ഷുഡ് ബി ഗിവൺ ഇൻ അഡീഷൻ ടു ദ ഫുഡ് ആൻഡ് മെഡിസിൻസ്. ഇന്ത്യ ദ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. ഹൈപ്പർ ടെൻഷൻ വിച്ച് ഇസ് എ സൈലന്റ് കില്ലർ. ലാക്ക് ഓഫ് എക്സസൈസ് ഇസ് എ മെയിൻ റീസൺ ഫോർ. ദിസ് ആർ ദ കീ വേർഡ്സ്. മനസ്സിലായോ? കാർഡിയാക് ഡിസീസിന് എന്താ? ലാക്ക് ഓഫ് എക്സസൈസ്. Changes in food habits, number of obese people in the risk rise. Lifestyle diseases. Lifestyle diseases are caused by unhealthy living അല്ലെ. അൺഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽസ് ആണ് എന്ത് പല അസുഖങ്ങളും വരുത്തുന്നത്. ചേഞ്ച് ഇൻ ഫുഡ് ഹാബിറ്റ്, ലാക്ക് ഓഫ് എക്സസൈസ്, മെന്റൽ സ്ട്രെസ്, ബാഡ് ഹാബിറ്റ്സ്. ഏതൊക്കെയാ? ആൽക്കഹോള്, ഡ്രഗ് അബ്യൂസ്, സ്മോക്കിംഗ്, ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഡിസീസ് ഏതാ? ഡയബറ്റീസ്. ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓളിഡ് മാനുഫാക്ചർ. അപ്പോൾ ഇൻസുലിന്റെ അപാകത അല്ലെ. ഇൻസുലിൻ എന്തിനാണ്? നമ്മളുടെ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്തിട്ട് ദേഹത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയാണ് ഇൻസുലിന്റെ പ്രവൃത്തി.
ആ ഇൻസുലിന്റെ അഭാവം എന്ത് റിസൾട്ട് ചെയ്യും? ഡയബറ്റീസ് റിസൾട്ട് ചെയ്യും. റിസൾട്ട്സ് ഇൻ മാൽ ഫംഗ്ഷനിങ്. ഫാറ്റി ലിവർ, ഡെപ്പോസിഷൻ ഓഫ് എക്സസ് ഫാറ്റ് ഇൻ ദ ലിവർ അല്ലെ, കണ്ടമാനം ഫാറ്റ് ലിവറിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ ഒക്കെ ചെയ്യുക. സ്ട്രോക്ക്, റപ്ചർ ഓഫ് ബ്ലഡ് സെൽസ് ഇൻ ദ ബ്രെയിൻ. സ്ട്രോക്ക് ഒക്കെ when there is rupture of blood cells in the brain, block of blood flow, ഇതൊക്കെയാണ് സ്ട്രോക്ക്, അതായത് ബ്ലഡ് സെൽസ് ഇൻ ദ ബ്രെയിൻ. ഓക്കെ. ഹൈപ്പർടെൻഷൻ, ഡിക്രീസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് ആർട്ടറീസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ്. ഹൈപ്പർടെൻഷൻ എന്താണ് കോസ് ചെയ്യാം? ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടറീസിന്റെ ഡയമീറ്റർ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലഡ് ഫ്ലോ നടക്കില്ല അല്ലെ, ഓക്സിജനും പമ്പ് ചെയ്യില്ല. അപ്പൊ പ്രഷർ ഓട്ടോമാറ്റിക്കലി വിൽ ഇൻക്രീസ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പർടെൻഷൻ. ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ. സെയിം റീസൺ, അതായത് ബ്ലഡ് ഫ്ലോയിന്റെ ബ്ലോക്ക് ആക്കുക. എങ്ങനെ? ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത്. ഈ ആർട്ടറിയിലൂടെയാണല്ലോ ബ്ലഡ് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ആ ഭാഗത്തൊക്കെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവരുടെ പാസേജിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഓക്കെ. സ്ട്രോക്ക്, അഡീഷൻ ടു നിക്കോട്ടിൻ കണ്ടമാനം യൂസ് ചെയ്ത സ്ട്രോക്ക്, തളർവാദം, തളർച്ച ഉണ്ടാവും. ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസീമ, then hypertension, loss of elasticities of arteries, decrease in functional efficiency. Collect more information on the bad habits of smoking and write in your science diary. Animal diseases. Not only human beings but animals are also affected by diseases. That is the disease and pathogens. Disease is anthrax, inflammation of udder, then inflammation of the bladder, I think. No, inflammation of udder, foot and mouth diseases, that is caused by virus. Anthrax is caused by bacteria. Plant diseases. Plants are also affected by various diseases. To identify some of the plant diseases caused by microorganism, ഏതൊക്കെയാണ് plant diseases caused by microorganism? Bacteria, fungi and virus. Pathogen ഏതാ? ബാക്ടീരിയ അല്ലെ. അതെന്ത് ഡിസീസ് കോസ് ചെയ്യുന്ന? ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, വിൽട്ട് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ അല്ലെ. പാഡിയിലുള്ള ബ്ലൈറ്റ് ഡിസീസും പിന്നെ ബ്രിഞ്ചാൾ വഴുതരങ്ങയിലുള്ള വിൽട്ട് ഡിസീസും. വൈറസ് ഏതാ? മൊസൈക്ക് ഡിസീസ് ഇൻ പീസ് ആൻഡ് ടാപ്പിയോക്ക. ടാപ്പിയോക്കയിൽ കാണുന്ന മൊസൈക്ക് രോഗം അല്ലെ, പീസും ടാപ്പിയോക്കിലും കാണുന്ന മൊസൈക്ക് രോഗം. പിന്നെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ഫംഗസ് ആണെങ്കിലോ ക്വിക്ക് വിൽട്ട് ഇൻ പെപ്പർ ആൻഡ് ബഡ് റോഡ് ഓഫ് കോക്കനട്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കൃഷി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കാണാറുണ്ട്. ബ്ലൈൻഡ് ഡിസീസ് പാഡിയിലൊക്കെ മുരടിച്ച് പോയി കിടക്കുന്നത് കാണാം. പിന്നെ ബ്രിഞ്ചാളിലും അല്ലെ പുഴുവരിച്ച് കിടക്കുന്നത്. മൊസൈക് ഡോസ് ഇൻ പീസ് ആൻഡ് ടാപ്പിയോക്ക. ബഞ്ചി ടോപ്പ് ഓഫ് ബനാന അല്ലെ, കൊല വരണ മുമ്പ് തന്നെ അതിൽ നിന്ന് ഓരോ ഭാഗം അടർന്നു പോണതായിട്ട് കാണാം. ഫംഗസ് ക്വിക്ക് വിൽട്ട് ഇൻ പെപ്പറിലും കാണാലോ, മഞ്ഞ വെച്ച് കിടക്കുക. ബഡ് റോഡ് ഓഫ് കോക്കനട്ട് മീൻസ് കൊല ഉണ്ടാവാതെ തന്നെ അല്ലെ, പൂങ്കുലയിൽ തന്നെ ഫംഗസ് അഫക്റ്റഡ് ആയിട്ട് ഇരിക്കുക. Try to understand the problems faced by farmers in your locality and participate. അപ്പോൾ ഈ ഫാമേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മളും അതിൽ പങ്കാളിയായിട്ട് അവർക്ക് പറ്റുന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. The state of complete physical, mental and social well-being, it is called. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെൽത്ത് എന്ന് പറയാ അല്ലെ. Healthy people are the real wealth of the society. The attitude towards patient is as important as keeping away the diseases by practicing the healthy habits. That's all about this chapter. If you are interested, please do like and share and subscribe my channel. Okay, thank you.